സഹമന്ത്രിയായ ശേഷം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലത്തിലേക്ക് തൃശ്ശൂരിലേക്ക് ആദ്യമായി എത്തിയ സുരേഷ് ഗോപിക്ക് ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണം നൽകിയ വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. അങ്ങനെ സ്വീകരണം ലഭിച്ചതിന് ശേഷം കൽദായ സുറിയാനി സഭയുടെ തൃശ്ശൂരിലെ ആസ്ഥാനത്ത് എത്തി സഭയുടെ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പൊലീത്തയെ സുരേഷ് ഗോപി സന്ദർശിച്ചു. മാർ അപ്രേം മെത്രാപ്പൊലീത്തയുടെ 84-ാം പിറന്നാളിൻ്റെ ഭാഗമായിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ സന്ദർശനം. തിരക്കുകൾക്കിടയിലും തന്നെ കാണാനെത്തിയതിൽ മെത്രാപ്പൊലീത്ത മാധ്യമങ്ങളോട് സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. മെത്രാപ്പൊലീത്ത പറഞ്ഞത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വികസനം കൊണ്ടുവരും എന്നാണ് മാർ അപ്രേം പ്രതികരിച്ചത്. തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ഈ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു. എന്തൊക്കെയാണ് അനീഷ് ആന്റണി? ബനേഷ്, സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി എത്തിയത് കോഴിക്കോടാണ്. കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അദ്ദേഹം വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി. തുടർന്നാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് 6:40 തൃശ്ശൂരിലേക്ക് എത്തിയത്. അദ്ദേഹം ജയിച്ച മണ്ഡലത്തിലേക്ക് എത്തിയത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. തുടർന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ അദ്ദേഹത്തിന് വൻ വരവേൽപ്പാണ് ബി.ജെ.പി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത്. തുടർന്ന് അദ്ദേഹം വാഹനമാർഗം ആദ്യം എത്തിയത് മാർ അപ്രേം തിരുമേനിയെ സന്ദർശിക്കാനായിരുന്നു. കൽദായ സുറിയാനി സഭയുടെ തൃശ്ശൂരിലെ ആസ്ഥാനത്താണ് അദ്ദേഹം എത്തിയത്. ഈ മാർ അപ്രേം തിരുമേനിയുടെ പിറന്നാൾ ആഘോഷമാണ്, 84-ാം പിറന്നാളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആശംസകൾ അർപ്പിക്കാനും കേക്ക് മുറിച്ചും മധുരം പങ്കുവെക്കാനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം എത്തി അരമനയിൽ എത്തിയ ശേഷം കേക്ക് മുറിക്കുകയും മധുരം പങ്കിടും ഒക്കെ ചെയ്തു. തുടർന്ന് അദ്ദേഹം ഇവിടെ നിന്നും പോയത് നേരെ രാമനിലയത്തിലേക്കാണ്. തൃശ്ശൂർ രാമനിലയത്തിൽ തങ്ങിയ ശേഷം ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്ര ദർശനമുണ്ട് അദ്ദേഹത്തിന്. ഇതാണ് ഇന്നത്തെ 3 പരിപാടികൾ. നാളെ രാവിലെ തന്നെ അദ്ദേഹം ഗുരുവായൂർ മണ്ഡലത്തിലെത്തുക. രാവിലെ 9 മണിയോടെ തന്നെ ഗുരുവായൂർ മണ്ഡലം, തുടർന്ന് പാവറട്ടി, നാട്ടിക, ഇരിങ്ങാലക്കുട തുടങ്ങിയ മണ്ഡലങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ സന്ദർശനവും അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുള്ള സ്വീകരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. പിന്നെ ശനിയാഴ്ചയാണ് അടുത്ത സ്വീകരണ പരിപാടികൾ. പുതുക്കാട് മണ്ഡലം, അതുപോലെ പീച്ചി, തൃശ്ശൂർ മണ്ഡലം, ഈ 3 മണ്ഡലങ്ങളിലുമാണ് അദ്ദേഹത്തിന്റെ മറ്റന്നാളുള്ള സ്വീകരണ പരിപാടികൾ. അദ്ദേഹം പങ്കെടുത്ത് ജനങ്ങൾ, വോട്ടർമാരോട് അഭിവാദ്യം അർപ്പിക്കുക, സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യും. ഇന്നും നാളെയും മറ്റന്നാളുമായി വിവിധ മണ്ഡലങ്ങൾ ഒരുക്കിയുള്ള സ്വീകരണ പരിപാടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വോട്ടർമാരോടുള്ള നന്ദി അർപ്പിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരിപാടികളും ഒക്കെ ആയിട്ടായിരിക്കും അദ്ദേഹം ഈ 3 ദിവസങ്ങളിലും തൃശ്ശൂരിൽ ചെലവഴിക്കുക. ബനേഷ്, അനീഷെ, വന്നുവല്ലോ ഇന്നു രാത്രി നീ വടക്കുംനാഥന്റെ മുമ്പിൽ എന്ന് പറയാവുന്ന രീതിയിൽ എത്ര മണിക്കായിരിക്കും അവിടെ എത്തുക? ഈ രാത്രി തന്നെയാണോ? തീർച്ചയായും മനീഷ്, അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി അദ്ദേഹം അവിടെ ദർശനം നടത്തും. ക്ഷേത്ര ദർശനമെല്ലാം നടത്തിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. മാധ്യമങ്ങളെ കാണും എന്നൊരു സൂചന കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഇതിനിടെ അദ്ദേഹം മാർ അപ്രേം തിരുമേനിയെ സന്ദർശിക്കാനായി പോയപ്പോൾ മാർ അപ്രേം തിരുമേനി അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വലിയ നന്ദിയാണ് പറഞ്ഞത്. കാരണം ഇത്രയും അപ്രേം തിരുമേനി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. ഇവിടെ ആദ്യമായി കിട്ടിയ കേന്ദ്രമന്ത്രി തന്നെ പങ്കെടുക്കാം. എങ്ങനെയാണ് സന്തോഷപ്പെടുത്തവും? തിരക്കിൻ്റെ ഉള്ളിൽ വന്നതിന് സന്തോഷമുണ്ട്. എനിക്ക് ഒരു സുഖമില്ല, സന്തോഷമാണ്. ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിലൂടെ തൃശ്ശൂരിന് കുറച്ചൊരു വികസനം കൊണ്ടുവരും ഒരു കാഴ്ചപ്പാടുണ്ട്. എന്തായാലും മാർ അപ്രേം തിരുമേനിക്ക് സന്തോഷമായി. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയുടെ ആരാധകർക്ക് പറയാം സന്തോഷമായി ഗോപിയേട്ട എന്ന്.